നമസ്കാരം. പരമപ്രപഞ്ചശാസ്ത്രമായ ഭാരതീയ തത്വശാസ്ത്രം ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം എങ്ങനെയാണ് പ്രഖ്യാപിച്ചത് എന്നാണ് ഇന്നത്തെ വിഷയം. പ്രപഞ്ച ആവിർഭാവം പ്രഖ്യാപിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ആധാരം അഥവാ റെഫറൻസ് പോയിൻ്റ് എന്താണെന്ന് വ്യക്തമാക്കണം. തത്വശാസ്ത്രം അത് കൃത്യമായി നിർവചിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൽ ആകമാനം തിങ്ങിവിങ്ങി നിറഞ്ഞ് അഖണ്ഡിതമായി പരിമാണരഹിതമായി മനുഷ്യ ഇന്ദ്രിയങ്ങൾക്ക് അഗ്രാഹ്യമായ അതിശക്തമായ സർവവ്യാപിയായ ഒരു ഫീൽഡ് നിലനിൽക്കുന്നു. ആ ഫീൽഡിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ദൈവികമായ ഒരു ഫീൽഡായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് ഇൻഫർമേഷൻ സെൻ്ററാണ്. എല്ലാ അറിവുകളുടെയും പൊട്ടൻഷ്യൽ അതിലാണ് നിലനിൽക്കുന്നത് സൂക്ഷ്മ രൂപത്തിൽ. ഈ ബ്രഹ്മം അല്ലെങ്കിൽ അതിഭൗതികത അല്ലെങ്കിൽ മെറ്റാഫിസിക്കാലിറ്റി അത് പരമനിശ്ചലതയാണ്. അതിലൊരു അനക്കം പോലും അസാധ്യമാണ്. അത്തരത്തിൽ ദൃഢതയുള്ള എന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ ഒരു പ്രതലമാണ് ഈ ബ്രഹ്മമെന്ന് നമ്മൾക്ക് പറയാം. എല്ലാ ദൃശ്യങ്ങളും ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ ഫീൽഡിലാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു സ്ക്രീനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ ആ സ്ക്രീനിലാണ് രൂപം കൊള്ളുന്നത്. ഒരനക്കം പോലും സാധ്യമല്ലാത്ത ആ ഫീൽഡിൽ ഒരു വൻ വിസ്ഫോടനം അസാധ്യമാണെന്ന് നമ്മൾക്ക് പറയാം. മാത്രമല്ല, ഒരു സ്ഫോടനം നടക്കണമെങ്കിൽ നമുക്കറിയാം അതിനു മുമ്പ് തന്നെ ഇവിടെ അഗ്നി ഉണ്ടായിരിക്കണം ഏറ്റവും പ്രധാനമായി. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വായു, ജലം ഇതൊക്കെ അനിവാര്യമാണെന്ന് നമുക്ക് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഈ ബ്രഹ്മം എന്ന ഫീൽഡിൽ പഞ്ചഭൂത കണങ്ങൾക്ക് ഓരോന്നിനും പരസ്പരം സ്പർശിക്കാതെ നിലനിൽക്കാൻ മാത്രമേ ഓരോ കണങ്ങളുടെ ചുറ്റും ഈ ഫീൽഡ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ രണ്ട് പഞ്ചഭൂത കണങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് അസാധ്യമാണ്. അഗ്രിഗേഷൻ മാത്രമേ സാധിക്കൂ എന്നാണ് പരമതത്വശാസ്ത്രം അതും നിർവചിച്ചിട്ടുണ്ട്. പരമാണുക്കൾ തമ്മിൽ കൂടിച്ചേരില്ല എന്ന് നിർവചിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രപ്രകാരം സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾക്കും അറിയാം, നമ്മുടെ ഓരോ സൃഷ്ടിയും നമ്മൾ ഈ പ്രപഞ്ചത്തിലുണ്ടാക്കുന്ന ഓരോ സൃഷ്ടിയും സങ്കല്പത്തിൽ നിന്നാണ്. ഒരു വീടുണ്ടാക്കണമെങ്കിൽ പോലും അതിനൊരു സങ്കല്പം ആവശ്യമാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ മനസ്സാണ് സൃഷ്ടിക്ക് ഉള്ള കാരണമെന്നാണ്. സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഈ ബ്രഹ്മം ഞാൻ നേരത്തെ പറഞ്ഞത് അത് പൊട്ടൻഷ്യലാണ്. അതിലെല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അതിൽ സൃഷ്ടിക്കുള്ള ഒരു മനസ്സുണ്ടായി എന്നാണ് പറയുന്നത്. ആദ്യമായി ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഫീൽഡിൽ സൃഷ്ടിക്കുള്ള ഒരു മനസ്സുണ്ടായപ്പോൾ അതിൽ ആ ഉ മ ഓം എന്ന AUM എന്ന ഒരു അതീന്ദ്രിയ ശബ്ദമുണ്ടായി. ആ അതീന്ദ്രിയ ശബ്ദത്തിൽ നിന്ന് അതിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഉണ്ടായത് എന്നത് വളരെ കൃത്യമായി പറഞ്ഞു. ആധാരം കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ്. അപ്പോൾ ഓം എന്ന് പറയുന്ന ശബ്ദഘടകങ്ങളിൽ നിന്ന് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളായ ആകാശ പരമാണു ഉണ്ടായി. ആകാശ പരമാണു ബ്രഹ്മം അതിശക്തമാണ്. ആകാശ പരമാണു ഉണ്ടായപ്പോൾ ബ്രഹ്മം അതിനെ അതിശക്തമായി വലിച്ച് ഒരു വലിയൊരു ഫീൽഡ് ഉണ്ടാക്കി. ആ ഫീൽഡ് ശരിക്കും മിഥ്യാപ്രതലമാണ്. കാരണം കണങ്ങളുടെ വലിവ് മൂലമുണ്ടാകുന്ന ഒരു മിഥ്യാപ്രതലമാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ കാര്യം ക്ലിയറായി. ഈ ആകാശമില്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആദ്യം ഉണ്ടായത് ആകാശമാണ്. പിന്നീട് തുടർന്ന് ആകാശം ഉണ്ടായതിനു ശേഷം വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂത ഗണങ്ങൾ അതിൽ നിന്ന് ഉണ്ടായി. അത് അവിടെ ഗുണങ്ങളൊക്കെ വരുന്നുണ്ട്. ഗുണങ്ങളൊക്കെ ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായത്. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ പഞ്ചഭൂത അഗ്രിഗേറ്റുകൾ, അതിൻ്റെ റാൻഡം കോമ്പിനേഷൻ
പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ കാണുന്ന ആകാശത്തിന് ശേഷം വായു, അഗ്നി, ജലം, ഭൂമി ഇതൊക്കെ രൂപം കൊണ്ടു. അതിൻ്റെ അഗ്രിഗേറ്റ്, പഞ്ചഭൂതങ്ങളുടെ അഗ്രിഗേറ്റാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഗ്രഹങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ഖഗോളങ്ങളും ഭൂമിയും ചന്ദ്രനും എല്ലാ വസ്തുക്കളും പഞ്ചഭൂതങ്ങളുടെ അഗ്രിഗേറ്റാണ്. നമ്മുടെ ശരീരവും പഞ്ചഭൂതങ്ങളുടെ അഗ്രിഗേറ്റാണ്. അപ്പം മനസ്സിലെ ഡാറ്റക്കനുസരിച്ച് പഞ്ചഭൂതങ്ങളുടെ അഗ്രിഗേഷൻ മൂലമാണ് സൃഷ്ടി ഇവിടെ അന്നും നടന്നിരിക്കുന്നത്, ഇന്നും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. അല്ലാതെ വിവിധ രാസപദാർത്ഥങ്ങൾ കമ്പൈൻ ചെയ്ത് ഒരു ജീവി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല ഈ പ്രപഞ്ചത്തിൽ എന്നാണ് നമ്മൾക്ക് തത്വശാസ്ത്രം വായിച്ചാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പരിണാമവും നടന്നിട്ടുമില്ല, നടക്കാൻ സാധ്യവുമല്ല. കൂടാതെ ഈ ബ്രഹ്മത്തിൽ ശരിക്കൊരു ചലനം പോലുമില്ല. ബ്രഹ്മത്തിൽ ഈ ഉള്ള കണങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മം അതിനെ വലിച്ച് ഓരോ രൂപമുണ്ടാക്കുകയാണ്. ആ ഇൻ്റർഫേസ് നമ്മൾക്ക് കാണാത്തത് കൊണ്ടാണ് നമ്മൾക്ക് വേറിട്ട വസ്തുക്കളുള്ളതായിട്ട് തോന്നുന്നത്. ശരിക്കും ബ്രഹ്മത്തിൻ്റെ ഒരു തരംഗ വലിവ് മാത്രമേ ഇവിടെ ഉള്ളൂ. വെള്ളം പോലും ഇവിടെ ബ്രഹ്മത്തിൻ്റെ തരംഗ വലിവാണ്. നമ്മുടെ പരിമിതമായ സെൻസ് ഓർഗൻ, നമ്മളിതിനൊക്കെ ഓരോ വസ്തുക്കളാണ്, ഇത് ചലിക്കുന്നു, അതൊഴുകുന്നു എന്നൊക്കെ ഒരു തോന്നലാണ്. ശരിക്കും ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിലനിൽക്കുന്നത് ഒരു തരംഗം മാത്രമാണ്. ഓക്കെ, ചിന്തിക്കുക. താങ്ക് യു.